എങ്ങനെയാണ് ഓവർ തിങ്കിങ് വരുന്നതെന്ന് അറിയാം? ഓവർ തിങ്കിങ് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ചിന്തകൾ വരും. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും നിർത്തൂല. മനസ്സിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതിലേട്ട് നോക്കുമ്പോൾ, ആ ചിന്തകളിലേട്ട് നമ്മൾ സൂക്ഷിച്ചു സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ചന്ദ്രനിലേട്ട് നോക്കിയേ, കുറെ നേരം നോക്കിയിരിക്കുമ്പോ അത് കൂടുതൽ 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 പ്രകാശിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പൂർണ്ണ ചന്ദ്രനിലേട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ 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 ഇങ്ങനെ വെളുത്ത് 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 വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചിന്തകളിലേട്ട്. ഒരിക്കൽ ഒരു സന്യാസിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, എനിക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര ചിന്തയാണ്, ഞാൻ എന്ത് ചെയ്യും? ഉടനെ സന്യാസി പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്. ആ പുഴയിൽ നിറയെ മരങ്ങളും, മഴ പെയ്യുമ്പോൾ മരങ്ങളും ഇലകളും ചപ്പുചവറുകളും മണ്ണും കുത്തി ഒലിച്ചിങ്ങനെ ഇളകി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ഒരു പുഴ പോലെയാണ്. ചിന്തകൾ കൂടുതലുള്ള ആളുകളുടെ മനസ്സ് ഒരു പുഴ പോലെയാണ്. അതിലേട്ട് മഴയത്ത് ഒടിഞ്ഞു വീഴുന്ന മരങ്ങൾ, ചില്ലകൾ, ചപ്പുചവറുകൾ, ഇലകൾ, മണ്ണ്, മുകളിൽ കുത്തിയൊലിച്ചു വരുന്ന മണ്ണ്, ഇതെല്ലാം ഇളകി. ഉടനെ ഈ ശിഷ്യൻ ചോദിച്ചു, സന്യാസിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ എന്റെ ഈ പുഴയെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് എന്റെ ഈ ചിന്തകളെ ഒന്ന് ക്ലീൻ ചെയ്ത് എനിക്ക് നല്ല സുന്ദരമായിട്ടൊന്ന് എനിക്കൊന്ന് ഉറങ്ങണം? ഉടനെ സന്യാസി പറഞ്ഞു, നിങ്ങൾ അതിനകത്തിട്ട് ഇളക്കുന്നത് അങ്ങ് നിർത്തുക. നിങ്ങളുടെ മനസ്സിലൂടെ ഒലിച്ചു വരുന്ന ആ ചിന്തകളും അതിങ്ങനെ വീണ്ടും 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 നിങ്ങൾ ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും അത് ക്ലീൻ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ അതിനപ്പുറത്തുള്ള സൈലൻസിനെ, അതിനപ്പുറത്തുള്ള നിശബ്ദതയെ നിങ്ങൾ കാണുന്നില്ല. ആ നിശബ്ദതയെ പ്രാക്ടീസ് ചെയ്യാണ് നമ്മളിവിടെ. നമ്മുടെ ലാസ്റ്റ് ആ പ്രോസസ്സ്, 10 മിനിറ്റ് നേരത്തെ പ്രോസസ്സ്, ഒരു ഗുരുനാഥന്റെ സഹായത്തോടു കൂടി ആദിമകാലം മുതൽ മനുഷ്യൻ തന്റെ സമാധാനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു പ്രോസസ്സാണത്.